ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഡബിൾ എക്സൽ നൈറ്റിയുടെ ഫുൾ സ്ലീവ് ജോയിൻറ്റ് വരുന്നത് എങ്ങനെ തയ്ക്കാൻ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നൈറ്റിയുടെ ബോഡി പാർട്സൊക്കെ ഞാൻ വെട്ടിയെടുത്തിട്ട് ബാലൻസ് ഭാഗമാണിത്. ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ സ്ലീവിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊരു 20 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതാ 3.5 ഇഞ്ച് താഴ്ത്തി മുകളിൽ നിന്ന് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി അതിൽ നിന്ന് ഒരു 9.5 ഇഞ്ച് വിഡ്ത്ത് ഇട്ട് കൊടുക്കാം. 9 ഇഞ്ച് വിഡ്ത്തിട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ആം ഹോളിൻ്റെ കർവ് ഷേപ്പ് ചെയ്ത് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിവിടെ നിന്ന് താഴെയിട്ട് നമ്മുടെ വിഡ്ത്ത് എടുക്കാം കേട്ടോ. നമ്മുടെ സ്ലീവിൻ്റെ വിഡ്ത്ത് ഒന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ ഞാൻ തയ്യൽ തുമ്പോടുകൂടി ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ 7 ഇഞ്ചിലേക്ക് നമുക്ക് ഇതുപോലെ മുകളിൽ നിന്നൊന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവ് വരയ്ക്കും പോലെ തന്നെ നമുക്ക് താഴെയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു പോർഷൻ നമുക്ക് ഇല്ല, തുണി അവിടെ തികയില്ല. അപ്പോൾ നമുക്ക് അവിടെ വേറൊരു പീസ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കിത് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ജോയിൻറ്റ് വരുന്ന ഭാഗം നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തതിൻ്റെ താഴെ ഭാഗം ഇതുപോലൊരു 4 പീസ് വരുന്നുണ്ട്. നമുക്ക് 4 പീസും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിവിടെ മുകളിൽ മടക്കി അടിക്കാനുള്ള തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമുക്കിതിൻ്റെ ഇറക്കം കറക്റ്റ് ഒന്ന് അടയാളപ്പെടുത്തുമോ, അല്ലെങ്കിൽ നമുക്ക് അത് ഇതുപോലെ വച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ 4 പീസ് ഇങ്ങനെ വച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതാ നമ്മുടെ ഇറക്കത്തിൻ്റെ ഒപ്പം അത് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ നമ്മുടെ സ്ലീവ് എടുത്തിട്ടുണ്ട്. സ്ലീവ് കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് ഒരു 4 അകത്തുള്ള 2 ഭാഗം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിലും താഴെ ഇരുന്ന ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതെടുത്ത് നമുക്കിതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവ് നമ്മളിവിടെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മറച്ചെടുത്തിട്ട് ഇതിൻ്റെ നല്ല വശത്തുകൂടി ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ സ്ലീവ് നമ്മളിതുപോലെ ഒന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ജോയിൻറ്റ് വരുന്ന ഭാഗം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതിൽ ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ തേര് ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്തിന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കത് ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇറക്കമൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരുമ്പോൾ ഒന്ന് സൂചി നിർത്തി ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തിരിച്ചെടുക്കാം. ഈ ഭാഗം തേര് ഭാഗം ആയതുകൊണ്ട് തന്നെ നമുക്ക് മടക്കി അടിക്കണ്ട, അതിനെ നമുക്കിങ്ങനെ അടിച്ചു വിടാം. അപ്പോൾ 2 സ്റ്റിച്ച് വെച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പീസ് കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഭാഗം കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഷോൾഡറിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ നൈറ്റിയുടെ ഡബിൾ എക്സൽ നൈറ്റിയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിതിങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ നോക്കിക്ക് നമ്മുടെ ജോയിൻ ഭാഗങ്ങളൊന്നും അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ സ്ലീവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.